ജ്യോതിർഗോളങ്ങൾ സകലതുമായ ശൂന്യത എന്ന ഒരവസ്ഥയെ ജീവനെന്നോ മനസ്സെന്നോ പറയാനേ സാധ്യമാവുന്നില്ല. കാൽപ്പനികമായ യാതൊന്നുമില്ലായ്ക എന്ന അവസ്ഥയെ ഇപ്രകാരമാണ് നിർവചിക്കാനാവുന്നത്. കാൽപ്പനികമായ യാതൊന്നുമില്ലായ്ക എന്ന ചലനാത്മകമായ ജ്യോതിർഗോളങ്ങളില്ലാത്ത അവസ്ഥയിൽ ജീവന് ഉത്ഭവിക്കാനേ കഴിയുന്നില്ല എന്നതാണ് പ്രാപഞ്ചികമായ യാഥാർത്ഥ്യം. പ്രാപഞ്ചികമായ കാര്യകാരണ വിശകലനത്തിലൂടെ ജീവനും മനസ്സും അറിവും ആസ്വാദനവുമാകുന്ന മൂല്യത്തെ ബോധ്യപ്പെടാൻ ആവുന്നു എന്നിരിക്കെ, ജീവവികാസ പൂർത്തീകരണം എന്ന പദ്ധതി പ്രപഞ്ചഗോളങ്ങളുടെ അഥവാ അവയ്ക്ക് കാരണമായ സൂക്ഷ്മ ശക്തികളുടെ പദ്ധതിയാകുന്നു എന്ന അറിവിലേക്കാണ് എത്തിച്ചേരാൻ ആവുന്നത്. ജീവിക്ക് പറയത്തക്ക പങ്കൊന്നും ഇല്ലെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാവുന്ന ജനനം മുതലുള്ള വളർച്ചാ വികാസങ്ങളും അറിവുകളും സാധ്യമാകുന്നത് ഭൂമിയുടെയും സൂര്യന്റെയും മറ്റ് ജ്യോതിർഗോളങ്ങളുടെയും നിരന്തരമായ ഭ്രമണം നിമിത്തമായതിനാൽ ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണത്തെ പൂർണ്ണതയുള്ള പ്രവൃത്തി എന്നതായാണ് വിലയിരുത്താനാവുന്നത്. ഇപ്രകാരം പ്രവൃത്തി എന്ന ക്രമം തെറ്റാതെയുള്ള നൈരന്തര്യം ഒരു ജീവനോ അവസ്ഥയോ സാധിച്ചെടുക്കുക നിമിത്തം പ്രവർത്തിക്കുന്ന ശേഷിക്ക് അതിനെ ആശ്രയിക്കുന്നതിൻ്റെ മേൽ നിയന്ത്രണങ്ങളും അവകാശ അധികാരങ്ങളും വന്നുപെടുന്നു എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം തന്നെയായിട്ട് കാണാം. ജ്യോതിർഗോളങ്ങളും ജീവശേഷികളും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ തനതായ അനുഭവഗതിയും പാരമ്പര്യവും തന്നെയാണ് പ്രപഞ്ചത്തിന്റെ അതിസങ്കീർണ ഊർജ വൈവിധ്യ സംഗമഫലമായ ജീവസമൂഹങ്ങൾക്കിടയിലും അധികാരാവകാശങ്ങളോടെയും ഉയർച്ച താഴ്ചകളോടെയും സംഭവിക്കുന്നത്. ഉന്നതമായ ലക്ഷ്യബോധവും അതിനൊത്ത പ്രവർത്തനങ്ങളും പ്രകടമാക്കുന്ന ജീവശേഷികൾ ജന്മാന്തരങ്ങൾ കടന്നു വരുമ്പോഴും മറ്റ് ജീവനുകൾക്ക് മേൽ അധികാരികളായി തിളങ്ങി നിൽക്കുന്നതായി വരികയും ചെയ്യുന്നു. പ്രകൃതിയെ സൂക്ഷ്മമായി ഏറെ ആവാഹിച്ചിരിക്കുന്ന ഉജ്ജ്വല ജീവശേഷികളെ അനുകരിക്കുകയോ അനുസരിക്കുകയോ അല്ലാതെ മറ്റ് ഒരുവിധമായ നിലനിൽപ്പും ജീവസമൂഹത്തിന് സാധ്യമാവുകയില്ല. സൗരയൂഥത്തെയോ പ്രപഞ്ചത്തെ മൊത്തമായോ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ എല്ലാ പ്രവർത്തനങ്ങളും ചേർന്ന കുഞ്ഞാകുന്ന ജീവനെ വളർത്തുക അഥവാ അവസ്ഥാപരമായ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ചുമതല മാതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഭൂമിയുടെ മാത്രം കർത്തവ്യമായി വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടിയുള്ള മാതൃജീവിയുടെ സംരക്ഷണവും ശ്രദ്ധയും എന്നതിന് തുല്യമായ പ്രവൃത്തി മാത്രമേ പ്രാപഞ്ചികമായ ക്രമീകരണ നിമിത്തം ഭൂമിക്ക് നിർവഹിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് കാണാം. ജീവനെ നിർമ്മിക്കുന്നതും വളർച്ചയ്ക്ക് സ്വാധീനിക്കുന്നതുമായ ആകർഷണ ശക്തിയും പ്രകാശവും സൗരയൂഥത്തിലെ മറ്റ് ജ്യോതിർഗോളങ്ങളുടെ ശേഷി വൈവിധ്യങ്ങളും ഭ്രമണം നിമിത്തമായി സംഭവിക്കുന്ന ഭൂമിയോടുള്ള അവയുടെ അടുപ്പവും അകൽച്ചയും ഒക്കെയായ പ്രതിഭാസങ്ങൾ കേവലമായ അനുഭവങ്ങൾ എന്നതല്ലാതെ ഭൂമിക്ക് സ്വന്തമായ എന്തെങ്കിലും ആകുന്നില്ല. എങ്കിലും സൗരയൂഥത്തിലെ ഇതര ഗ്രഹങ്ങളുടെ ഭ്രമണവഴികളുടെ വ്യതിയാനങ്ങളും ആകർഷണത്തിന്റെ ഏറിയും കുറഞ്ഞുമുള്ള സ്വാധീനങ്ങളും പ്രകാശത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമായ പ്രതിഭാസങ്ങളൊന്നും ജീവനെ സ്വാധീനിക്കാതെ ഇരിക്കുന്നില്ല. പ്രാപഞ്ചിക വിശേഷങ്ങളായ പ്രകാശത്തിന്റെയും ആകർഷണ ശേഷിയുടെയും ഇരുട്ടിന്റെയുമെല്ലാം ജീവനിലുള്ള സ്വാധീനത്തെക്കുറിച്ച് ഇന്ന് കുറെയൊക്കെ അറിയാമെന്നിരിക്കുന്നു. ആകർഷണവും പ്രകാശവും അന്ധകാരവുമെന്ന പ്രാപഞ്ചികമായ ശേഷി വൈവിധ്യങ്ങൾ പേറുന്ന സൗരയൂഥ ഗോളങ്ങളെല്ലാം ഭൂമിയിലെ ജീവപ്രവർത്തനത്തിനുമേൽ ശക്തമായ സ്വാധീനം ഉള്ളവയാകുന്നു. ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനത്താൽ മാത്രം ജന്മം കൊണ്ട ജീവനുകൾക്ക് ജ്യോതിർഗോളങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നതിന് സാധ്യമാവുകയുമില്ല.
ഭ്രമണത്തിന്റെ വഴിയിൽ ഒരു ജ്യോതിർഗോളം ഭൂമിയോട് അടുക്കുകയും അകലുകയും ചെയ്യുമ്പോൾ ആ ഗോളം ഉൾക്കൊള്ളുന്ന ഗുണവിശേഷങ്ങൾ ഭൂമിയിലെ ജീവനുകൾ ഉൾക്കൊള്ളുന്ന വിശേഷങ്ങൾക്ക് ആനുപാതികമായി ഏറിയും കുറഞ്ഞും ബാധകമായി വരുന്നു. ചന്ദ്രനോ ഭൂമിയോ ഇതര ഗോളങ്ങളോ സൂര്യനോ പോലും ജീവനെ പൂർണ്ണമായും സ്വാധീനിച്ച് നിയന്ത്രിക്കാൻ തക്കവിധം സ്വതന്ത്രമായ ഒരു പൂർണ്ണത ആകുന്നില്ല എന്നതാണ് ഇതിന്റെ കാരണം. ജീവനുകളെ സ്വാധീനിക്കുന്ന ജ്യോതിർഗോളങ്ങളെല്ലാം മറ്റു ഗോളങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നവയും നക്ഷത്രമണ്ഡല കാരണശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ട് നിൽക്കുന്നവയും അതിനൊത്ത ശേഷി മാത്രം ഉൾക്കൊള്ളുന്നവയുമാണ്. പ്രാപഞ്ചികമായ ശക്തവും കണിശവുമായ നിയന്ത്രണങ്ങളോടു കൂടിയ സ്വാധീനം തന്നെയാണ് ജ്യോതിർഗോളങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന്റെ കൃത്യതയ്ക്ക് കാരണമായി തീരുന്നത്. കാരണശക്തിയുടെ പ്രഭാവത്തെ വ്യക്തമാക്കുന്ന പ്രപഞ്ചകേന്ദ്രവും പ്രവർത്തന വ്യാപ്തിയെയും വൈവിധ്യങ്ങളെയും വ്യക്തമാക്കുന്ന നക്ഷത്രമണ്ഡലങ്ങളും ക്ഷീരപഥവുമായ വികേന്ദ്രീകൃത നിയന്ത്രണങ്ങൾക്ക് വിധേയമായല്ലാതെ സൗരയൂഥം എന്ന നിലനിൽപ്പ് സാധ്യമാവുന്നേയില്ല. പ്രാപഞ്ചികമായ അടിസ്ഥാന സ്വഭാവത്തെ ഉൾക്കൊണ്ടും നിയന്ത്രണങ്ങൾക്ക് വിധേയമായും ജനിച്ചു പ്രവർത്തിക്കുന്ന ജീവൻ അതിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ആകാശഗോളങ്ങളുടെയെല്ലാം ഗുണവിശേഷങ്ങൾ ഉള്ളതും അതുകൊണ്ട് തന്നെ ജീവിയായിരിക്കുമ്പോൾ ജ്യോതിർഗോളങ്ങളുടെയെല്ലാം സ്വാധീനം അനുഭവമായി സ്വീകരിക്കേണ്ടതും ആയിത്തീരുന്നു. പ്രാപഞ്ചികമായ ഭാവവൈവിധ്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ കുഞ്ഞിന്റെ ഭാവതരമായ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വളർത്തുന്ന ഭൂമിയുടെ മാത്രമായ ശേഷിയുടെ പരിധിയിലൊതുങ്ങുന്നതോ ഭൂമിക്ക് മാത്രമായി നിർവഹിക്കപ്പെടാവുന്നതോ ആയി വരുന്നില്ല. മാതാവിനെ കൂടാതെ പിതാവ് എന്ന സ്ഥാനത്തിന്റെ ശ്രദ്ധയും ലക്ഷ്യവും അധികാരവും കുടുംബത്തിലെയും സമൂഹത്തിലെയും മറ്റ് വ്യക്തികളും ഇതര ജീവികളും സമൂഹത്തിൽ തന്നെ അന്നേ വരെയുള്ള ധാരണകളും അറിവുകളും മാറിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതികളും എല്ലാം ചേർന്ന് ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നു. ബന്ധുക്കളും സമൂഹവും ചേർന്ന് ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നത് പോലെ തന്നെ ജീവിയെ സൃഷ്ടിക്കുന്ന പ്രപഞ്ച പദ്ധതിയായി നിലകൊള്ളുന്ന ജ്യോതിർഗോള സമൂഹങ്ങൾ അവയുടേതായ നിശ്ചിതമായ പ്രവർത്തന നിമിത്തം ജീവിയുടെ വളർച്ചാ വികാസങ്ങളെ നിയന്ത്രിക്കുകയും അന്ത്യത്തെ നിശ്ചയിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തതയുള്ള സ്വാധീന ശക്തികളായി തീരുന്നു. ബന്ധുക്കളും സമൂഹവും ജീവവളർച്ചയ്ക്കായി വൈവിധ്യങ്ങളോടെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ജീവിയായിരിക്കുമ്പോൾ അതിന്റെ വളർച്ചയെ സാധിച്ചെടുക്കുകയും നിയന്ത്രിക്കുകയും മരണമെന്ന അനുഭവം കൊടുത്ത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്യുക എന്ന തനതായ കർമ്മപൂർത്തീകരണത്തിനായി സൗരയൂഥത്തിലെ ഗോളങ്ങൾ പ്രവർത്തിച്ചു നിൽക്കുന്നു. ഉയർന്ന ചിന്ത സാധ്യമാക്കുന്ന അഥവാ ജീവനെയും പ്രപഞ്ചകാരണത്തെയും കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരേയൊരു ജീവവിഭാഗം എന്ന നിലയിൽ നാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനത്തിന്റെ പൊരുൾ മുൻപറഞ്ഞ വിധത്തിലാണ് കണ്ടെത്താനാവുക. ബന്ധുജനങ്ങളും സമൂഹവുമായി നിന്ന് വ്യക്തിയെ ജനിപ്പിച്ചു വളർത്തുന്നുവെങ്കിലും സാധാരണയായി വ്യക്തിയുടെ മരണം സംഭവിക്കുന്നതിന് വേണ്ടി സമൂഹം ഒന്നും തന്നെ ചെയ്യുന്നതായി കാണുന്നില്ല. എന്നാൽ സമൂഹത്തിന്റെ ജീവവികസന പദ്ധതിയെ ശ്രദ്ധിച്ചാൽ കാണാനാവുക ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് വളർത്തി ആ ജീവന് ആകാവുന്നത്രയാക്കി കൈപിടിയുക എന്നതാണ്. താഴെത്തട്ടിലുള്ള ജന്തുവായാലും വിചാരപരമായി ഉയർന്ന നാം മനുഷ്യനായാലും സ്വമേധയാ ഒന്നും പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞിനെ അതിന്റെ ശേഷിക്കൊത്ത ഒരവസ്ഥയിൽ എത്തിച്ച ശേഷം സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അവസാനിപ്പിക്കുന്നതായാണ് കാണാനാവുക. അതായത് തന്നോളമാക്കുന്ന പ്രക്രിയയാണ് സംഭവിക്കുന്നത്. ഇவ்விധത്തിൽ
ജീവന്റെ വളർച്ചാ വികാസങ്ങൾക്ക് സഹായകമായ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ നേരത്ത് വിരാമം സൃഷ്ടിക്കുക എന്നത് സമൂഹം എന്ന അതിസങ്കീർണ സൂക്ഷ്മോർജ സംഗമ വൈഭവങ്ങളുടെ അടിസ്ഥാന സ്വഭാവം പേറുന്ന പ്രവർത്തനഗതിയും ആകുന്നു എന്ന് മനസ്സിലാക്കാം. പ്രാപഞ്ചികമായി ചിന്തിച്ചാൽ സമൂഹം എന്ന അതിസങ്കീർണ സൂക്ഷ്മോർജ സംഗമങ്ങൾ വളർത്തിയെടുക്കുന്ന ജീവശേഷിയെ ജ്യോതിർഗോളങ്ങളാകുന്ന പ്രവർത്തനശേഷികൾ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൂടെ കടത്തിവിട്ട് ജീവന്റെ പ്രവർത്തനഗതിക്ക് മരണത്തിലൂടെ വിരാമം ഉണ്ടാക്കുന്നതായി മാത്രമേ കാണാനാവുകയുള്ളൂ. ജീവികൾ ഓരോന്നും മരണപ്പെടുക എന്നതിനെ ജീവിയെ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹികമായ പ്രവർത്തനം എന്നതുപോലെ ഒരു ജീവശേഷിയുടെ യോഗ്യതയ്ക്കും ആവശ്യങ്ങൾക്കും ഒത്ത പ്രവർത്തനം സംഭവിച്ചു കഴിയുമ്പോൾ സൗരയൂഥ ചലനങ്ങൾ തന്നെ ജീവപ്രവർത്തനങ്ങൾക്ക് വിരാമമിടുന്നതായി മാത്രം കണ്ടെത്താനാവുന്നു.